മാതാപിതാക്കൾക്ക് നല്ലോണം നന്ദി ചെയ്യണം. നമ്മൾ ഏത് ലെവലിലേക്ക് ഉയർന്നാലും ബാപ്പയെ ഉമ്മയെ വെറുക്കരുത്. അവർ വെറുപ്പുളവാക്കുന്ന വാക്ക് പറഞ്ഞാലും സഹിക്കാനുള്ള സഹനശക്തി നമ്മൾ സംഭരിക്കണം. അതാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെരിച്ചു നിന്നിട്ടത് പോകാൻ പാടില്ല. ബാപ്പയാണ് ഉമ്മയാണ് ആ ഒരു കാഴ്ചപ്പാട് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശസ്തി അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തിയിട്ടുണ്ട്. അതേ, ഫലൈസ ഖതീബുൻ വലാ മുതശഹിദുൻ. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഖുതുബ ഓതുന്നവനും അത്തഹിയ്യാത്ത് ഓതുന്നവനും നിസ്കരിക്കുന്ന ആളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ വിളിക്കാതെ പറയാതെ നിസ്കാരവും ഖുതുബയും ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. ളഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ അങ്ങനെ കാണാം. അതേ, അള്ളാഹുവിനെ പറയുന്നിടത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രശസ്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഉയർച്ചയാണ്. ഇതുകൊണ്ടാണ് ലോകമെമ്പാടും വാങ്കുലി മുഴങ്ങുന്ന നേരത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അതാണ്. വലമ്മല്ലിലാഹു ഉസ്മൻ നബിയ്യി മഅ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അഷ്ഹദു. 5 നേരം വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ എത്ര കാലമായി സഹോദരങ്ങളെ വാങ്കുലി മുഴങ്ങുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ആ വാങ്കുലിയിൽ കേൾക്കുന്നത് അഷ്ഹദു എന്ന് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിയാൽ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നല്ലേ എല്ലാ ഭാഗങ്ങളിലും വാങ്കുലി മുഴങ്ങുന്നത്. ഇത് ചെറിയ സ്ഥാനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മിനെ അള്ളാഹുവിന്റെ ഇസ്മിനോടൊപ്പം അള്ളാഹു ചേർത്തി കൊടുത്തു. ഖുർആനിലും അത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു തഫ്സീറിൽ കാണാം, 2 വിഷയങ്ങൾ ഒരുമിച്ച് ഖുർആനിൽ പറഞ്ഞത് 3 രൂപമുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ആ 3 എണ്ണത്തിനും അതിനോടൊപ്പം ചേർത്തി പറഞ്ഞതുണ്ടെങ്കിലേ വിഷയം പൂർണ്ണമായി അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതിലൊന്നാണല്ലോ അള്ളാഹുവിനുള്ള ശുക്ർ. ആ ശുക്രിന്റെ കൂടെ അള്ളാഹു ചേർത്തി പറഞ്ഞ വിഭാഗമാണ് മാതാപിതാക്കൾ. മറ്റാരെയുമല്ല. അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നീ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മകനാണ്, മകളാണ്, അള്ളാഹുവിന് ശുക്രില്ലാത്തവനാണ്. അവന്റെ ശുക്ർ സ്വഹീഹാവുകയില്ല, സ്വീകരിക്കപ്പെടൂല. മാതാപിതാക്കളെ നോക്കാത്തവനാണ്. നിസ്കാരവും കാര്യവും ഇബാദത്തും നന്ദിയുമൊക്കെ വളരെ കറക്റ്റാണ്, അവന്റെ ശുക്റും സ്വീകരിക്കപ്പെടൂല. പരസ്പര പൂരകങ്ങളാണ്. അനിഷ്കുർലി വലിവാലിദൈക്, രണ്ടും വേണം. അതുകൊണ്ടാണ് അവരെ വേർപിരിയാൻ പറ്റുന്നൊരു സന്ദർഭമില്ല. വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. നീ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കലോടെ മാതാപിതാക്കളെ വിടാൻ പറ്റൂല. അതേ സമയത്ത് ശിർക്ക് ചെയ്യാൻ നിന്നെ അവർ നിർബന്ധിപ്പിച്ചാൽ ഫലാ തുതിഉഹുമാ, അതിന് നീ അവർക്ക് വിധേയപ്പെടരുത്. എന്നാലും അവരോട് കണക്ഷൻ മുറിക്കരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ദുനിയാവിലൊരു ബാപ്പക്കും ഉമ്മക്കും വേണ്ട ചെലവും ഒത്താശയും സഹകരണവും ഇണക്കവും ഒക്കെ നിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിന് നീ അനുസരിക്കരുത്. നിങ്ങളെ വാപ്പിയമ്മയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ മുസ്ലിമായതോടുകൂടെ ഞാൻ അവരെ വിടാൻ പാടില്ല. ചിലരങ്ങനെ പറയും, പിന്നെ ഞാൻ അവരെ നോക്കലില്ല. അങ്ങനെ ഒരു തത്വം ഇസ്ലാമിനില്ല. അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കും. മുസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉമ്മ വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്, ഞാൻ എന്തു ചെയ്യണം നബിയെ? ഉമ്മാനെ നിങ്ങൾ വേർപിരിയരുത്. ഞാൻ തങ്ങളെ സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്, എന്നാൽ ഉമ്മാനെ പിരിയരുത്. ഉമ്മാനെ വേർപിരിയാൻ പാടില്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ പരിശോധിച്ചാൽ നമുക്ക് ആ ചരിത്രം അറിയും. ഞാനത് വിശദമായി പറയേണ്ട സന്ദർഭമല്ല, തഫ്സീറുകളൊന്നും വായിച്ചു തീരൂല.
സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ച കാരണം കൊണ്ട് ഉമ്മ ഭക്ഷണം കഴിക്കാതെ വിഷമത്തിലാണ്, വെള്ളം കുടിക്കുന്നില്ല. തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. എന്നാലും സഅദേ, ഉമ്മാനെ വേർപിരിയരുത്. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ കൂടെ തന്നെ നിന്നു. ഒരു നിലക്കും സഅദ് റളിയല്ലാഹു അൻഹു മാറില്ല എന്ന് കണ്ടപ്പോ ഉമ്മ തന്റെ നിശ്ചയം മാറ്റിയിട്ട് വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു. ഉമ്മാക്ക് പിന്നീട് ഹിദായത്ത് ലഭിക്കുകയും ചെയ്തു. ആ ഒരു കാർക്കശ്യത്തിൽ നിന്നിട്ടും സ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അത് അവരോടുള്ളൊരു ശുക്രിന്റെ ഭാഗമാണ്. മാതാപിതാക്കൾക്ക് നല്ലോണം നന്ദി ചെയ്യണം. നമ്മൾ ഏത് ലെവലിലേക്ക് ഉയർന്നാലും ബാപ്പയെ ഉമ്മയെ വെറുക്കരുത്. അവർ വെറുപ്പുളവാക്കുന്ന വാക്ക് പറഞ്ഞാലും സഹിക്കാനുള്ള സഹനശക്തി നമ്മൾ സംഭരിക്കണം. അതാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെരിച്ചു നിന്നിട്ടത് പോകാൻ പാടില്ല. ബാപ്പയാണ് ഉമ്മയാണ് ആ ഒരു കാഴ്ചപ്പാട് വേണം. ഏറ്റവും ഈമാനിന്റെ ഉയർച്ചയിലെത്തിയ മഹാനല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഉപ്പ വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് സുഖകരമല്ലാത്തൊരു വാക്ക് പറഞ്ഞപ്പോൾ, ആ വാക്ക് ഞാനിവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വിഷയം പഠിച്ചാൽ മതിയല്ലോ. സുഖകരമല്ലാത്തൊരു വർത്തമാനം പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും നോക്കില്ല, കൊടുത്തൊരടി. ബാപ്പതിൽ വീണുപോയി. ഈ വിഷയം ആരോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ബാപ്പാനടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു, നിങ്ങൾ ബാപ്പയെ തല്ലിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ആ സമയത്ത് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് തല്ലാനേ കഴിഞ്ഞുള്ളൂ. എന്തെങ്കിലും ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ബാപ്പയുടെ ജീവൻ അതോടുകൂടെ തീർന്നിട്ടുണ്ടാകും. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വാക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹബത്ത് കൊണ്ടാണ് തങ്ങൾ അപ്പോഴും പറയുന്നത്, സിദ്ദീഖേ, ഉപ്പയാണോ ബാപ്പയാണ്, അത് നല്ലോണം ശ്രദ്ധിച്ചോളണം. ഇടക്കിടക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിഖുകളുടെ തലവൻ. മകനുണ്ടൊരു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. 3 പ്രാവശ്യം വന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, സമ്മതം തരണം, ബാപ്പാനെ കൊണ്ട് സഹിക്കാൻ വീണില്ല, കൊല്ലാൻ സമ്മതം തരണം. ലാ തഖ്തുൽ ഫഇന്നഹു അബൂക്, അബ്ദുല്ലാ കൊല്ലരുത്, ബാപ്പയാണത്. 3 പ്രാവശ്യം ചോദിച്ചിട്ടും പറഞ്ഞു, കൊല്ലരുത്, ബാപ്പയാണ്, ബാപ്പാനെ കാണേണ്ടതുപോലെ കാണണം. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയല്ലേ പറയുന്നതൊക്കെ. എന്തൊരു വാക്ക് എതിർത്ത് പറഞ്ഞാലും അതിൽ തങ്ങളെ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന ഒരു ഭാവം ഉണ്ടാകും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് സലൂലിന്റെ വാക്കില്. അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനുള്ള ശുക്രിനോടൊപ്പം അള്ളാഹു ചേർത്തി പറഞ്ഞൊരു വിഭാഗമാണ് വാലിദാൻ, മാതാപിതാക്കൾ. അവരോടുള്ള ശുക്ർ പൂർത്തിയാക്കുക, അതില്ലാതെ നടക്കൂല. രണ്ടാമത്തെ ഒന്ന്, അഖീമുസ്സലാത വആതുസ്സകാഹ്, നിങ്ങൾ നിസ്കാരം കൃത്യമായും നിത്യമായും നിർവഹിക്കണം, സകാത്ത് കൊടുക്കുകയും വേണം. നിസ്കാരങ്ങളൊക്കെ റെഡിയാണ്, കൃത്യസമയത്ത് നിർവഹിക്കും, കഴിവിന്റെ പരമാവധി ജമാഅത്തിൽ സംബന്ധിക്കും. സകാത്ത് 1 ഇഞ്ച് കൊടുക്കുകയില്ല. കാരണം കൊടുത്താൽ അതാരുടെയെങ്കിലും പരസ്യത്തിൽ വീണാൽ, പണമുണ്ടെന്ന് ആളുകൾ അറിഞ്ഞാൽ കടം ചോദിക്കാൻ വരുമോന്ന് പേടിയാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. സ്വതക്കൊക്കെ എമ്പാടും കൊടുക്കുക. സ്വതക്ക വേറെ, സക്കാത്ത് വേറെ. സക്കാത്ത് കണക്കനുസരിച്ച് കൊടുക്കണം. ചെറിയൊരു ശതമാനമല്ലേ ഉള്ളൂ, അത് കൊടുക്കണം. കച്ചവടത്തിനാണെങ്കിലും, ചിലർക്കൊക്കെ കുറിയിലാണെങ്കിലും, അതുപോലെ കടം കൊടുത്തതിനാണെങ്കിലും, കിട്ടാനുള്ളതിനാണെങ്കിലും ഒക്കെ അങ്ങനെ വരും. അതൊക്കെ അതിൻ്റെ കണക്കനുസരിച്ച് കൂട്ടിക്കൊടുക്കണം. ചെറിയൊരു ശതമാനം നിശ്ചയിച്ച ആ ശതമാനം കൊടുക്കണം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കൃഷിക്കാർ നല്ലവണ്ണം കൂടുതലുണ്ടായിരുന്നു. അന്ന് നെല്ല് കൊയ്തെടുത്താൽ അന്നത്തെ നമ്മുടെ ഉപ്പാപ്പമാര് ആ നെല്ല് പറയനുസരിച്ചും, അതുപോലെ തന്നെ മറ്റൊരളവാണല്ലോ നായി എന്നുള്ള അളവ്, മറ്റേ നായല്ല, അത് നായാണ്, നായി എന്നുള്ള അളവനുസരിച്ചു അത് കണക്ക് കൂട്ടിയിട്ട്, അതിൻ്റെ പറക്കണക്കനുസരിച്ച് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ, അത്രയും പ്രാരാബ്ദം ഉണ്ടെങ്കിലും ഈ കൊയ്തെടുത്തതിൽ 6 മാസം അല്ലെങ്കിൽ വർഷം 2 കൂട്ടിയിട്ട് മൊത്തമായിട്ട് കൊയ്തെടുത്തതിൽ അതിൻ്റെ അളവുണ്ടെങ്കിൽ സക്കാത്തിന്റെ വിഹിതം
നീക്കി വെച്ച ശേഷമാണ് ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോവുക. അതിലത്രയും തീവ്രമായ സൂക്ഷ്മത അവർ പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു ബറക്കത്തുണ്ടായിരുന്നു. കുറച്ചാണെങ്കിലും നല്ലോണം ബറക്കത്തുണ്ടായിരുന്നു. ഖുർആനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുത്താൽ അങ്ങനെ വർധനവ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. വമാ ആതീതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലൈക ഹുമുൽ മുളഇഫൂൻ. അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് അത് വർധനവ് ഇങ്ങനെ ലഭിക്കുന്നതാണ്. ഇരട്ടി 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 അള്ളാഹു തആല ഇങ്ങനെ തരും. പറയുമ്പോൾ അത് ശതമാനം കുറവാണെങ്കിലും നിർബന്ധമാണ്. നിസ്കാരത്തോടൊപ്പം സക്കാത്ത് പറഞ്ഞതിന്റെ താല്പര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിസ്കാരം പറഞ്ഞ ഉടനെ സക്കാത്തും പറഞ്ഞെങ്കിൽ സക്കാത്ത് ഉണ്ടാകണം, നിസ്കാരം മാത്രം പോരാ. സക്കാത്ത് ഉണ്ട് നിസ്കാരമല്ല, അതും പോരാ, രണ്ടും വേണം. അത് പരസ്പര പൂരകങ്ങളാണ്. മറ്റൊന്നാണ് വാത്തിഉല്ലാഹ വാത്തിഉർ റസൂൽ. അവിടെയാ നമ്മുടെ വിഷയം. അള്ളാഹുവിന് നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനും അനുസരിക്കണം. രണ്ട് ഭാഗത്തെയും അനുസരണം വേണം. ഒരു ഭാഗം മാത്രം അനുസരിച്ചാൽ പോരാ, രണ്ട് അനുസരണം ഉണ്ടെങ്കിലേ അത് പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ. അള്ളാഹു തആലാക്ക് നന്നായി അനുസരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയൂല, എന്നാൽ അനുസരണം ശരിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാം, അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയൂല, എന്നാലും അനുസരണം പൂർണ്ണമായിട്ടില്ല. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടൊപ്പം അനുസരണം നിർബന്ധമാക്കി പഠിപ്പിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും അനുസരിക്കേണ്ടതുണ്ട്, ഏത് വിധേയതയും അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ വിമർശിക്കാതെ അത് സ്വീകരിക്കുകയും കൊണ്ട് നടക്കുകയും വേണം.